കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ നടപ്പിലാക്കി വരുന്ന സമഗ്ര പരിഷ്കാരങ്ങൾ നിർണായക ഘട്ടത്തിലാണ്. സംസ്ഥാനത്തെ SSLC, THSLC, AHSLC പരീക്ഷകളുടെ സമയക്രമം ഇതിനോടകം നിശ്ചയിച്ചു കഴിഞ്ഞു. പൊതുപരീക്ഷ മാർച്ച് മാസം 5-ന് ആരംഭിക്കും. പുതിയ പാഠപുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇത്തവണത്തെ പരീക്ഷ എന്നതിനാൽ ചില കോണുകളിൽ നിന്ന് ബോധപൂർവമായ ആശങ്കകൾ സൃഷ്ടിക്കുവാൻ ശ്രമം നടത്തുന്നുണ്ട്. ഇത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. ചോദ്യ മാതൃകകൾ അധ്യയന വർഷാരംഭത്തിൽ തന്നെ SCERTയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ഓണപ്പരീക്ഷയിലും ക്രിസ്മസ് പരീക്ഷയിലും ഈ പുതിയ മാതൃകകൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കൈറ്റ് വിക്ടേഴ്സ് ചാനൽ വഴി പുതിയ ചോദ്യപേപ്പറുകളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പരിപാടികൾ ഉടൻ തന്നെ ആരംഭിക്കും. സിലബസ് ലഘൂകരണം സംബന്ധിച്ച് സ്കൂൾ ബാഗിൻ്റെ ഭാരം കുറയ്ക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്നാൽ 10ാം ക്ലാസ്സിലെ സിലബസ് ഒറ്റയടിക്ക് വെട്ടിക്കുറയ്ക്കണമെന്ന പ്രചരണം ശരിയല്ല. ഫീൽഡിൽ നിന്നുള്ള ഫീഡ്ബാക്കുകൾ പരിശോധിച്ച ശേഷം കുട്ടികളുടെ താൽപ്പര്യം മുൻനിർത്തി മാത്രമേ ഇതിൽ അന്തിമ തീരുമാനമെടുക്കൂ. SSLC പരീക്ഷയിൽ ഉന്നത പഠനത്തിന് യോഗ്യത നേടുന്ന എല്ലാ കുട്ടികൾക്കും 11ാം ക്ലാസ്സിൽ പഠിക്കുവാനുള്ള സൗകര്യം സർക്കാർ ഉറപ്പാക്കുന്നുണ്ട്. അതിനാൽ കുട്ടികളോ രക്ഷാകർത്താക്കളോ ഒട്ടും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കുട്ടികളുടെ ആത്മവിശ്വാസം കെടുത്തുന്ന സോഷ്യൽ മീഡിയ പ്രചരണങ്ങളിൽ നിന്ന് തൽപര കക്ഷികൾ പിന്മാറണം. കുട്ടികൾ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതുക. പരീക്ഷ നടത്തിപ്പും അതിൻ്റെ മുന്നൊരുക്കങ്ങളും ചോദ്യപേപ്പർ ഉണ്ടാക്കുന്നത് അടക്കമുള്ള മറ്റ് ഉത്തരവാദിത്വങ്ങളെല്ലാം പരമരഹസ്യമായിട്ടാണ് നടക്കുന്നത്. ചോദ്യപേപ്പർ നിർമ്മാണത്തിന് തന്നെ നടപടിക്രമങ്ങളുണ്ട്. പ്രിൻ്റ് ചെയ്യുന്നത് ഈ സംസ്ഥാനത്ത് പോലുമല്ല. അത്രയും ജാഗ്രതയോടുകൂടി നടത്തുന്ന പരീക്ഷയുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ചില കോണുകളിൽ നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇത്തരക്കാർ സ്വന്തമായി പ്രഖ്യാപിക്കുകയാണ് ഇത്തവണത്തെ പരീക്ഷ കടുപ്പം ഏറിയത് ആയിരിക്കുമെന്ന്. ഇങ്ങനെ കുട്ടികളെയും രക്ഷാകർത്താക്കളെയും മാനസികമായി പേടിപ്പിക്കുകയാണ്. ഇത്തരം അഭിപ്രായങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവരുവാൻ ഒരു മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായി പോലീസും വിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും വ്യാജ പ്രചാരണങ്ങളിൽ കുടുങ്ങരുത്. സർക്കാർ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകും. കുട്ടികൾക്ക് ദോഷകരമായി ഭവിക്കുന്ന ഒരു തീരുമാനവും പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുണ്ടാവില്ല.